Hey, hello guys, welcome back to another video. എൻ്റെ പേര് അൽഫി. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹോൾ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. Urbanic എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. Urbanic ഈസ് വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. അതായത് 1000 ബിലോ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഞാൻ ഭയങ്കരമായിട്ടും ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് എനിക്ക് കിട്ടിയത്. എല്ലാം 1000ൻ്റെ മുകളിലോട്ടാണ് ഡ്രസ്സുകൾ വരുന്നത്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് അതിനകത്ത് വരുന്നതെല്ലാം. അതായത് 1000 രൂപയ്ക്ക് താഴെയുള്ള പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവായിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അർബാനിക്കിൻ്റെ സൈറ്റ് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ എല്ലാം നല്ല കിടക്കാച്ചി പ്രോഡക്ട്സുകളാണ് വരുന്നത്. ചില പ്രോഡക്ട്സുകൾ 1000 രൂപയ്ക്ക് കൊടുക്കുന്നതല്ല 1500 രൂപ കൊടുത്ത് നമ്മൾ ബൈ ചെയ്യുന്നതിൻ്റേതായ ഒരു ക്വാളിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു 90% നല്ല പ്രോഡക്ട്സുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ വന്നിട്ട് കുറച്ചധികം പ്രോഡക്ട്സ് അതിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെങ്കിൽ നമുക്ക് 1-2 പ്രോഡക്റ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഇത് ബെറ്റർ ആണ്, നല്ലൊരു ഓപ്ഷനാണ് എന്ന് ഓർത്ത് നമ്മൾ കൂടുതലായിട്ട് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യും. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ഹ്യൂജ് എന്ന് പറയല്ല, ഒരു 7 ജോഡി ഡ്രസ്സ് ഞാൻ അതിൽ നിന്ന് ബൈ ചെയ്തു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ 7 എണ്ണം മേടിച്ചപ്പോൾ 7000ൻ്റെ മുകളിലോട്ട് തന്നെ റേറ്റ് ആയിട്ടുണ്ട്. അതായത് ഒരു 8000-ന് 7000 ഇടയ്ക്കാണ് ഈ ഇത്രയും ഡ്രസ്സ് വാങ്ങിയതിൻ്റെ ഒരു ബഡ്ജറ്റ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ബൈ ചെയ്തിട്ട് ഇതിനകത്ത് ഹോൾ വീഡിയോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക സൈറ്റാണ് അർബാനിക് എന്ന് പറഞ്ഞത്. എനിക്കറിയില്ല അർബാനിക്കാണോ അതിൻ്റെ പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, നമുക്ക് ഒരുപാട് വർത്തമാനം പറയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടല്ല എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബർ. അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിലിടുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ദെൻ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയാം നമ്മളിങ്ങനെ ഒരു ചാനലുണ്ടെന്ന്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ദ വീഡിയോ. നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത്രയും ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ 2 ഡ്രസ്സുകളും ബാക്കിയെല്ലാം നമ്മുടെ ജീൻസിന് പെയർ ചെയ്യാൻ പറ്റിയ ഷർട്ടുകൾ, അങ്ങനത്തെ തുണീസ് ടൈപ്സ് ഓഫ് ഡ്രസ്സുകളാണ്. ഷർട്ട് വേണോ അതോ ഡ്രസ്സസിൻ്റെ വീഡിയോ ആണ്. നമുക്കിപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ബൈ ചെയ്തിരിക്കുന്ന ഷർട്ട്സിൻ്റെ ഇതാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് റിവ്യൂ ചെയ്യാം. ഞാൻ പർച്ചേസ് ചെയ്ത ആദ്യത്തെ പ്രോഡക്റ്റ് ഇതാട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഫോട്ടോയിൽ കാണുമ്പോൾ ലൈറ്റായിട്ടുള്ള ഒരു മെറ്റീരിയലായിരിക്കും എന്നാണ് ഓർത്തത്. കാരണം ഒരു വിൻ്റർ ടൈം ആയാലും സമ്മർ ടൈം ആയാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് വന്നിട്ട് ഭയങ്കര കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് വന്നേക്കുന്നത്. അതായത് സ്വെറ്റ് ഷർട്ടൊക്കെ ഇല്ലേ, സ്വെറ്റർ എന്നൊക്കെ പറയാം, അത്രയും തന്നെ ആ കട്ടിയുള്ള ടൈപ്പ് ഒരു മെറ്റീരിയലാണ് വന്നേക്കുന്നത്. പക്ക ചാക്ക് പോലെ ഭയങ്കര വെയിറ്റാണ് ഈ ഡ്രസ്സിന് വന്നിട്ട്. പക്ഷേ ഇടാൻ നല്ല ലുക്കാട്ടോ. ആക്ച്വലി എനിക്ക് ലൂസാണ്. പക്ഷേ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ വെയർ ചെയ്യുമ്പോൾ നമ്മളൊരു ബെൽറ്റ് എക്സ്ട്രാ മേടിച്ച് വെക്കണം. ആ ബെൽറ്റും കൂടി ഇടുമ്പോഴാണ് ആ ഓരോ ഡ്രസ്സിനോട് സ്റ്റൈൽ ചെയ്യുന്നത്. ഞാൻ സ്റ്റൈൽ ചെയ്തേക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. ഇങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യുമ്പോൾ നല്ല ലുക്കായിരിക്കും. ഓരോ ഡ്രസ്സിൻ്റെ ഒരു അത് തന്നെ മാറിപ്പോകുന്നത് ഓരോ നമ്മൾ ചെയ്യുന്ന ഡ്രസ്സിങ്ങിലായിരിക്കും. അപ്പം വെയർ ചെയ്യുമ്പോൾ നല്ല രസമാണ് കാണാൻ. പക്ഷേ എനിക്ക് എന്താ പറയുക, നമ്മൾ താമസിക്കുന്ന ചൂട് സ്ഥലത്താകുമ്പം ഈ ഒരു ഡ്രസ്സ് നമുക്ക് യൂസ്ഫുൾ അല്ല. ശരിക്കും പറഞ്ഞാൽ ഇടാനൊക്കെ നല്ല സുഖമാണ്. പക്ഷേ നമുക്ക് സമ്മർ ടൈമിൽ ഒട്ടും ഇടാൻ പറ്റുന്ന ഡ്രസ്സല്ല. പക്ഷെ കാണാൻ നല്ല ലുക്കാണ്. നല്ല AC-യിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു തണുപ്പ് കാലാവസ്ഥയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നല്ല സുഖമാണ് യൂസ് ചെയ്യാൻ. പക്ഷേ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റമാണിത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1300 രൂപയാണ് ഉർബാനിക്കിൽ നിന്ന്. അപ്പം ഇതിനകത്ത് ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നുമില്ല, പക്ക റേറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നല്ല മെറ്റീരിയൽസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് സ്വെറ്റ് ഷർട്ടാന്നേ ഉള്ളൂ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടിവിട്ട് കളറാണ്. ഇതിൻ്റെ കളർ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ കളർ വന്നിട്ട് നല്ല ഓറഞ്ച് കളറാണ്. ഈ വീഡിയോയിൽ ഇച്ചിരി ലൈറ്റ് കളറായിട്ടാണ് കാണിക്കുന്നത്. എൻ്റെ റൂമിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യെല്ലോയിഷ് ലൈറ്റാണ്. അതുകൊണ്ടാണ് ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു കളർ കാണിക്കാത്തത്. ശരിക്കും ഇതെങ്ങനെ കാണിക്കേണ്ടതെന്ന് എനിക്കറിയാൻ പാടില്ല. ഏത് പൊസിഷനിൽ വെച്ചാലും ആ ഒരു എന്താ പറയുക ഇടിവിട്ട് കളർ ആ വീഡിയോയിലോട്ട് വരുന്നില്ല. ഇത് വന്നിട്ട് ഭയങ്കര ഡാർക്കായിട്ടുള്ള കളറാണ്. ഭയങ്കര ഡാർക്ക് തന്നെ, പക്ക ഓറഞ്ച് ഷെയ്ഡ്. ആ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ. ഈ ഷർട്ടിന് അത്യാവശ്യം നല്ല റേഞ്ചുള്ളൊരു ഷർട്ടാണ്. ഇതിനകത്ത് വന്നിട്ട് 1190 രൂപയാണെന്ന് എഴുതിയേക്കുന്നത്. എന്തായാലും 1000 ബിലോ ആയിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ഈ ഷർട്ടിന്. ഈ ഷർട്ടിൻ്റെ ഒരു ക്വാളിറ്റി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നൈസായിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പർദ മെറ്റീരിയലൊക്കെ കിട്ടുന്ന ഷോപ്പുകളിലെ
അവിടെ കിട്ടുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. നല്ല ഷർട്ടും കാര്യങ്ങളൊക്കെയാണ്, ഫുൾ സ്ലീവ് ആയിട്ടുള്ള. എസ്പെഷ്യലി എടുത്ത് റിവ്യൂ ചെയ്യാൻ പാകത്തിനുള്ള ഒന്നുമില്ല, ജസ്റ്റ് നോർമൽ ആയിട്ടുള്ള ഒരു ഷർട്ടും ജസ്റ്റ് ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. നോർമൽ കളർ, ഇടിവിട്ടായിട്ടുള്ള നമ്മളല്ല, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലൂറസെൻറ്റ് ഓറഞ്ച് കളറാണ് ഇത് വന്നേക്കുന്നത്. ഫുൾ സ്ലീവാണ്. മെറ്റീരിയൽ വൈസ് ആണെങ്കിൽ അടിപൊളിയാണ്, ഒന്നും പറയല്ല. ഇത് പോകത്തൊന്നുമില്ല, ഇങ്ങനത്തെ മെറ്റീരിയലൊന്നും പോകത്തില്ല. അപ്പം 1000-ന് താഴെ, അതായത് ഒരു 800 രൂപയൊക്കെ കൊടുത്ത് പർച്ചേസ് ചെയ്യുക ഒരു ഷർട്ടിന്. നല്ല ഷർട്ട് എടുക്കുമ്പോൾ ആ റേഞ്ചാവും. പിന്നെ ഇതുമായിട്ട് നമ്മൾ ഇത് പ്ലെയിൻ ആയിട്ട് ഒരു ബ്ലാക്കിൻ്റെയോ വൈറ്റിൻ്റെയോ ഒക്കെ കൂടെ ജീൻസിൻ്റെ കൂടെ വെയർ ചെയ്യാം. പക്ഷേ അതിനെക്കൂട്ട് നല്ലത് അകത്തൊരു വൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ടിട്ട് വെയർ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ലുക്കായിരിക്കും. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എടുത്തിരിക്കുന്ന ഒരു ഷർട്ട് തന്നെയാണ്. ഇത് വൈറ്റ് ഷർട്ടാണ്. നല്ല രസമായിട്ട് ഈ ഷർട്ട് കാണാനായിട്ട്. എനിക്ക് ആ ഓറഞ്ച് ഷർട്ടിനെക്കാട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ടാണ് ഈ വൈറ്റ് ഷർട്ട്. ഇതിൻ്റെ ഇത് ഉണ്ടോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇടാൻ വെയർ ചെയ്യാൻ നല്ല സുഖമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ മെറ്റീരിയൽ. ഈ മെറ്റീരിയലിനകത്ത് ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഷർട്ടിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ പോയേക്കുന്നത്. ആൻഡ് അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു സാധനം പുറത്തുണ്ട്. അപ്പം ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടിട്ടുണ്ടെന്നൊന്നും അറിയാത്ത രീതിയിലാണ് അതിൻ്റെ ഇത് കവറപ്പ് ചെയ്തേക്കുന്നത്. നല്ല ലെങ്ത് ഉള്ള ഒരു ഷർട്ടാണ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് 1500 രൂപയായിട്ടോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ ഓർക്കുള്ള, ശരിക്കും പറഞ്ഞാൽ ഇത്രയും പ്രോഡക്റ്റ്സ് ഒന്നും മറന്നു ഈ ഓരോന്നിൻ്റെ ആയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടി. അപ്പം ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. നമ്മൾ മേടിച്ച അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതും ഒരു ഷർട്ടാണ്. ഇത് ശരിക്കും ഒരു ഫ്ലോപ്പാട്ടോ. ഈ ഷർട്ട് വന്നിട്ട് ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. ഞാൻ ഇന്നലെ ഇങ്ങനെ ചോദിച്ചു എൻ്റെ അമ്മയെ, ഇത് തന്നെ ഇത് നമ്മൾ വീട്ടിലിടുന്ന ഷാളിൻ്റെ അത്രയും പോലും കട്ടിയില്ലാത്ത ഒരു മെറ്റീരിയൽ കൊണ്ടുള്ള ഷർട്ടാണ്. ഒരു 700-800 രൂപ റേഞ്ചിലുള്ള ഷർട്ടാണ്. ഇങ്ങനെ രണ്ട് കാണാനൊക്കെ നൈസാട്ടോ. ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നൈസായിട്ടുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇച്ചിരി കൂടി ഡാർക്കായിട്ടുള്ള ഷെയ്ഡും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. പക്ഷേ ഇത്രയും രൂപയ്ക്കുള്ള പ്രൊഡക്റ്റ് ഉണ്ടോ എന്നെനിക്ക് ഭയങ്കര സംശയം. കാരണം 800 രൂപ കൊടുത്ത് ഈ പഴന്തുണി പോലെ ഇടിക്കുന്ന ഒരു ഷർട്ട് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. കാരണം 800 രൂപ റേഞ്ചിൽ നമുക്ക് നല്ല അടിപൊളി സാധനം കിട്ടും. അപ്പം ഈ ഒരു ഷർട്ട് പർച്ചേസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇടാൻ നല്ല സുഖവും കാര്യങ്ങളൊക്കെയാണ്, നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒട്ടും കട്ടിയില്ല. ചില ആൾക്കാരുണ്ട് കേട്ടോ, ഒട്ടും കട്ടിയില്ലാത്ത മെറ്റീരിയൽ വെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവർ, അവർക്കൊക്കെ നൈസായിട്ടുള്ള ഒരു സാധനമാണ്. ഇതാണ് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ് വന്നിട്ട്. ബാക്കിൽ ഇതുപോലെ ഇതുണ്ട്. നിങ്ങൾക്ക് മെറ്റീരിയൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇതാരും എന്താ പറയുക ബൈ ചെയ്യാതിരിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാണാൻ ലുക്കും കാര്യങ്ങളൊക്കെയാണ്. 2 പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്ലീവ് വർക്കും വെയർ ചെയ്യുമ്പോൾ ഒരു ഷൂസൊക്കെ ഇട്ട് വെയർ ചെയ്യുമ്പോൾ നല്ല സ്റ്റൈലായിട്ടുള്ള സാധനമാണ്. പക്ഷേ നമ്മൾ മുടക്കുന്ന പൈസയ്ക്കുള്ള സാധനം ഇല്ല. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് ജീൻസിന് പറ്റിയ ഡ്രസ്സുകളൊക്കെയാണ്, ഷർട്ടുകളാണ്. ഇനി നമ്മൾ കാണുന്നത് ഇച്ചിരി നീ ലെങ്ത് വരുന്ന ഡ്രസ്സുകളാണ്. അതായത് ഫുൾ മാക്സി ഡ്രസ്സ് അല്ല, ലെങ്ത് വരെ വരുന്ന ഡ്രസ്സുകളായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ വർത്താണ്. നമ്മൾ നല്ല പൈസയ്ക്കുള്ള സാധനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉർബാനിക് ഇസ് വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സൈറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ റേറ്റിനുള്ള സാധനമാണ്. പക്ഷേ ഫോട്ടോയിനും വീഡിയോയ്ക്കും നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി സാധനമാണ്. മെറ്റീരിയൽ വൈസ് നൈസാണ്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ആണ്. ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാട്ടോ. ഇത് വന്നിട്ട് നീ ലെങ്ത് വരെയുള്ള ഒരു മാക്സി നല്ല നീ ലെങ്ത് വരെയുള്ള ഒരു ഡ്രസ്സാണ്. കണ്ടോ ഇതിൻ്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതാണ് മെറ്റീരിയൽ. നല്ല ഇങ്ങനെ ക്രിങ്കിൾഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നേക്കുന്നത്. ആൻഡ് ഇതുപോലെ ബട്ടൺസും ഇതൊക്കെ വന്നിട്ട് താഴെ നിന്ന് സ്ലിറ്റ് പോലെ ഫ്രണ്ടിൽ നിന്ന് കീറിയിട്ടിട്ടുണ്ട്. നല്ല ഉടുപ്പാട്ട, കാണാൻ നല്ല ലുക്കാണ്. നേരിട്ട് പക്ക റെഡിഷ് കളറിലുള്ള നല്ല അടിപൊളി ഡ്രസ്സാണ്. ഇത് വന്നിട്ട് പഫ് സ്ലീവാണ് വന്നേക്കുന്നത്. കണ്ടോ ഇതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ പഫായിട്ട് വന്നിട്ട് ഇവിടെ ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ട് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. കേട്ടോ ഹാഫ് കൈ ആട്ടോ വന്നേക്കുന്നത്. 3/4 കാര്യങ്ങളൊന്നുമല്ല, ഹാഫ് കൈ ആണ് വന്നേക്കുന്നത്. നെക്ക് ഇച്ചിരി വൈഡായിട്ടുള്ള നെക്ക്, വി നെക്കാണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ അകത്ത് എന്തെങ്കിലും ഇന്ന ടീഷർട്ട് വല്ല യൂസ് ചെയ്തിട്ട് വേണം ഇതിടാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കഴുത്ത് ഭയങ്കര വൈഡായിട്ടുള്ള, അങ്ങനെ ഇടുന്നവരുടെ കാര്യമായിട്ട് പറഞ്ഞു. ഇല്ലാത്തവർക്കൊക്കെ നൈസായിരിക്കും ലുക്ക് ചെയ്യുമ്പോൾ. ഇത് വന്നിട്ട് ഇച്ചിരി ഒരു 1500 രൂപ 1300 രൂപ ആ റേഞ്ചിലുള്ള ഒരു ഡ്രസ്സാട്ടോ. പക്ഷേ 1500 രൂപയ്ക്കുള്ള സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത്രയും നല്ല മെറ്റീരിയലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഉർബാനിക്കിൻ്റെ.
ഇനി നമ്മൾ പർച്ചേസ് ചെയ്ത അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ടുള്ള എല്ലാ ഡ്രസ്സും ഭയങ്കര ഡാർക്കായിട്ടുള്ള കളേഴ്സാണ്, ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള കളറാണ്. അടുത്ത ഡ്രസ്സ് ഇത് വന്നിട്ട് ഒരു പാരറ്റ് ഗ്രീൻ ആയിട്ടുള്ള ഒരു ഷെയ്ഡിലുള്ള ഒരു ഡ്രസ്സാട്ടോ, അതായത് നീലങ്ക് വരെയുള്ള ഒരു ഡ്രസ്സാണ്. കണ്ടോ ഇങ്ങനെ വന്നിട്ട് ഇത് ഭയങ്കര വൈഡ് ആയിട്ടുള്ള നെക്കാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ പോയിക്കണം, സിമ്പിളായിട്ടുള്ള നൈസ് മെറ്റീരിയലിൽ ഒരു ഇതാട്ടോ. കണ്ടോ നീലങ്ക് വരെ ഇറക്കുള്ളൂ, ഫുൾ വർക്ക് അങ്ങനെ തന്നെയാണ്. ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അടിപൊളി മെറ്റീരിയലാണ്, ഇടാൻ നല്ല സുഖം ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഒരു കാലത്ത് പോത്തില്ലാത്ത സൈസ് മെറ്റീരിയലാണ് ഇത്. മെറ്റീരിയൽ വൈസൊക്കെ നല്ല സാധനമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ തുണിയൊക്കെ വന്നിട്ട് നല്ല നൈസായിട്ടുള്ള അടിപൊളി തുണിയാണ്. കണ്ടോ സ്ലീവ് വന്നേക്കുന്നത് ഇങ്ങനെ എലാസ്റ്റിക് ആണ് അറ്റത്ത്. ഇത് വന്നിട്ട് ഹാഫ് സ്ലീവ് ആണ് വരുന്നത്, 3/4 സ്ലീവ് ഒന്നിനും വരുന്നില്ല. ഇത് വന്നിട്ട് പക്ക ഷേപ്പിലാണ് നമ്മൾ പോയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സൈസ് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ സ്മോൾ സൈസാണ് ഞാൻ എപ്പോഴും ബൈ ചെയ്യുന്നത്. പക്ഷേ ഇത് സ്മോൾ സൈസ് ആണല്ലോ, പക്ക ഫിറ്റായിട്ടുള്ള ഒരു സ്മോൾ സൈസാണ് പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു മീഡിയം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇച്ചിരി അല്ലെങ്കിൽ വലിപ്പം ഒരു ഞാനിട്ടപ്പോൾ കറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ മീഡിയം സൈസ് പർച്ചേസ് ചെയ്യുക. വേണമെങ്കിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്യുകയോ ടക്ക് ചെയ്യുകയോ മതി. അപ്പോൾ 32 ഇഞ്ചസിന് താഴെയുള്ള ആൾക്കാരാണെങ്കിൽ സ്മോൾ സൈസ് ബൈ ചെയ്താൽ മതി. നേരെ മറിച്ച് സ്മോൾ സൈസ്, അതായത് 32 ഇഞ്ചസ് ആയിട്ടുള്ള സ്മോൾ സൈസാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മീഡിയം സൈസ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് എം പർച്ചേസ് ചെയ്യുന്നവർ എൽ എടുക്കുക, എൽ എടുക്കുന്നവർ എക്സൽ എടുക്കുക, അങ്ങനെ പർച്ചേസ് ചെയ്യുക. ഒരു സൈസ് കൂട്ടി പർച്ചേസ് ചെയ്യുക. ഈ അർബാനിക്കിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന പ്രോഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ. എല്ലാം നല്ല പ്രോഡക്റ്റുകളാണ്, ക്വാളിറ്റി വൈസിലാണെങ്കിലും ലുക്ക് വൈസിലാണെങ്കിലും അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ അർബാനിക്കിൻ്റെ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുക. നിങ്ങൾ കുറേ സെർച്ച് ചെയ്യുക പ്രോഡക്റ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ, യൂട്യൂബിലോ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അർബാനിക്കിൽ പോയി പർച്ചേസ് ചെയ്യുക. അടിപൊളി കളക്ഷൻസ് ആണ്. ഒരു ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ നൈസായിട്ടുള്ള വെയറുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫാമിലി റിലേറ്റീവ്സ് ആയിട്ട് ഒന്ന് പറയുക. അടുത്ത ഹോൾ വീഡിയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ കാണുമ്പോൾ ടേക്ക് കെയർ.